ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്ത്യയിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണോ അതോ രാഷ്ട്രപതിയാണോ? എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഭരണം നടത്താൻ ഒരു വ്യക്തിക്ക് മാത്രം ആധിപത്യം കൊടുക്കാത്തത്? ഇതിൻ്റെ എല്ലാം ഉത്തരങ്ങളാണ് ഇന്ന് നാം ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. കൂട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ അധികാരങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ മാത്രം കേന്ദ്രീകരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഭരണഘടന രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ 3 പ്രധാന ഘടകങ്ങളായി വേർതിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെയാണ് നിയമനിർമ്മാണ സഭ, രണ്ടാമത്തെ കാര്യനിർവഹണ വിഭാഗം, മൂന്നാമത്തെ നീതിന്യായ വിഭാഗം. നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് രാജ്യത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുന്നു. രണ്ടാമത്തെ വിഭാഗമായ കാര്യനിർവഹണ വിഭാഗം ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നു. ഇനി നീതിന്യായ വിഭാഗമാണെങ്കിൽ നിയമങ്ങൾ ഭരണഘടനയ്ക്ക് അനുസൃതമാണോ എന്ന് പരിശോധിച്ച് നീതി നടപ്പാക്കുന്നു. ഇതേക്കുറിച്ച് നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത് എന്താണെന്ന് നോക്കാം നമുക്ക്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂട സംവിധാനങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല, അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക കൂടിയാണ്. ഇല്ലെങ്കിൽ രാജ്യത്ത് സ്വേച്ഛാധിപത്യവും അടിച്ചമർത്തലും ഉണ്ടാകും. ഇനി നമുക്ക് നിയമനിർമ്മാണ സഭയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് പാർലമെൻറ്റാണ്. പാർലമെൻറ്റിൻ്റെ പ്രാഥമിക ധർമ്മം രാജ്യത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ്. വിവിധങ്ങളായ ജനാഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ദ്വിമണ്ഡല സഭകളാണ് ലോകസഭയും രാജ്യസഭയും. വലിപ്പവും വൈവിധ്യവുമുള്ള രാജ്യങ്ങൾ സാധാരണയായി അവയുടെ ദേശീയ നിയമനിർമ്മാണ സഭയിൽ 2 സഭകൾ സ്ഥാപിക്കാറുണ്ട്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും ജനങ്ങളെയും പ്രദേശങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതിന് ഇത് സഹായകമാണ്. ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്കുവഹിക്കുന്നു. പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാർലമെൻറ്റ് നിയമങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല, രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ നിർണായകമായ പല ചുമതലകളും നിർവഹിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെയാണ് നിയമനിർമ്മാണം എന്ന് പറയുന്നത്. രാജ്യത്തിനാവശ്യമായ പുതിയ നിയമങ്ങൾ നിർമ്മിക്കുകയും കാലാനുസൃതമായ നിലവിലുള്ള നിയമങ്ങൾ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. അടുത്തതാണ് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക എന്നത്. ചോദ്യോത്തരവേളകൾ, അവിശ്വാസ പ്രമേയം എന്നിവയിലൂടെ മന്ത്രിസഭയെ ജനങ്ങളോട് ഉത്തരം പറയുന്നവരാക്കി മാറ്റുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അടുത്തതാണ് പൊതുഖജനാവിൻ്റെ സംരക്ഷകൻ. പാർലമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ സർക്കാരിന് നികുതി ചുമത്താനോ പണം ചെലവഴിക്കാനോ കഴിയില്ല. വാർഷിക ബജറ്റ് പാസാക്കുന്നത് പാർലമെൻറ്റാണ്. അടുത്തതാണ് ഇംപീച്ച്മെൻറ്റ് അധികാരം. ഭരണഘടനാ ലംഘനം നടത്തുന്ന രാഷ്ട്രപതി, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ തുടങ്ങിയ ഉയർന്ന പദവിയിലുള്ളവരെ വിചാരണ ചെയ്ത് നീക്കം ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനുണ്ട്. അടുത്തതാണ് തിരഞ്ഞെടുപ്പുകളിലെ പങ്കാളിത്തം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരെ തിരഞ്ഞെടുക്കുന്നതിൽ പാർലമെൻറ്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ പങ്കാളികളാകുന്നു. അവസാനത്തെയാണ് ഭരണഘടനാ ഭേദഗതി. രാജ്യത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള. ഇനി നമുക്ക് പാർലമെൻറ്റിലെ 2 സഭകളായ ലോകസഭയെയും രാജ്യസഭയെയും കുറിച്ച് നോക്കാം. ആദ്യത്തെ ലോകസഭ പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലം എന്നറിയപ്പെടുന്നു. ലോകസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ഭൂരിപക്ഷ സമ്പ്രദായപ്രകാരം ജനങ്ങൾ നേരിട്ടാണ്. ലോകസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ട യോഗ്യതകൾ എന്ന് പറയുന്നത് 25 വയസ്സ് പൂർത്തിയാക്കണം, ഇന്ത്യൻ പൗരനായിരിക്കണം എന്നതാണ്. ലോകസഭയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ലോകസഭയുടെ പരമാവധി അംഗബലം 550. നിലവിലെ ലോകസഭയിലെ അംഗം എന്ന് പറയുന്നത് 540 ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട്. ധനബിൽ അവതരിപ്പിക്കുന്നത് പ്രധാനമായിട്ടും എവിടെയാണ്? ലോകസഭയിലാണ്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതും ലോകസഭയിലാണ്. ലോകസഭയിലെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത്. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ
രാജ്യം പൊതുതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. ഇനി നമുക്ക് രാജ്യസഭയെക്കുറിച്ച് നോക്കാം. പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ് രാജ്യസഭ. രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട എം.എൽ.എമാരാണ്. രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യത 30 വയസ്സ് പൂർത്തിയാക്കുകയും ഇന്ത്യൻ പൗരനായിരിക്കുകയും വേണം. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. സഭാംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷവും രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ പരമാവധി അംഗബലം 250ഉം നിലവിൽ അത് 245ഉമാണ്. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണമാണെങ്കിൽ 238 ആണ്. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണമാണെങ്കിൽ 12ഉമാണ്. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതും രാജ്യസഭയിൽ നിന്ന് തന്നെയാണ്. പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് രാജ്യസഭയിലാണ്. ഇനി നമുക്ക് ലോകസഭയുടെയും രാജ്യസഭയുടെയും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന രീതിയിൽ ലോകസഭയിലാണെങ്കിൽ അംഗങ്ങളെ നേരിട്ട് തെരഞ്ഞെടുക്കുന്നു. രാജ്യസഭയിലാണെങ്കിൽ അംഗങ്ങളെ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നില്ല. മത്സരിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് ലോകസഭയിൽ 25ഉം രാജ്യസഭയിൽ 30ഉമാണ്. ഇനി കാലാവധി നോക്കുകയാണെങ്കിൽ ലോകസഭയിൽ 5 വർഷവും രാജ്യസഭയിൽ ഒരു സ്ഥിരം സഭയാണ്. അംഗസംഖ്യ ലോകസഭയിൽ പരമാവധി 550ഉം രാജ്യസഭയിലാണെങ്കിൽ 250ഉമാണ്. ഇനി അധ്യക്ഷൻ ലോകസഭയിൽ സ്പീക്കറും രാജ്യസഭയിൽ ഉപരാഷ്ട്രപതിയുമാണ്. ഇന്ന് നമ്മൾ പഠിച്ചത് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ എന്താണെന്നും അതിലെ പ്രധാനപ്പെട്ട ആദ്യത്തെ ഘടകമായ നിയമനിർമ്മാണ സഭയുടെ സവിശേഷതകളെക്കുറിച്ചുമായിരുന്നു. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം.